അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷാമനു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ, മോരുകറി ഉണ്ടാക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സ്റ്റോറേജ് ഫുൾ ചെയ്ത് കൊണ്ട് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്ന സമയത്ത് അതൊക്കെ പോയിട്ടാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റ അവളെ കൂട്ടുകാരുടെ കൂടെ കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയത്. കറി ഉണ്ടാക്കേണ്ട ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ, മോരുകറി. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയാൽ മതിയോ, കറി പിന്നെ അത് മതി. അപ്പോൾ ഇന്നലെ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, മാന്തളും അറഞ്ചിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും നന്നാക്കി കായം തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് അറഞ്ചിലെടുത്ത് പൊരിച്ചിട്ടാണ് മാന്തൾ രാത്രി കുട്ടികൾക്ക് ചൂട് കൊടുക്കണ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഡപ്പയിലാക്കി വെച്ചിട്ട് അപ്പോൾ അത് പൊരിച്ച് പിന്നെ ഒരു പച്ചക്കായ ഇന്നലെ ഉണ്ടാക്കിയിലത്തെ ബാക്കി പച്ചക്കായ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് അരിഞ്ഞിട്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ ചോറ് ഇത് അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേഷനരി ആയതുകൊണ്ട് ഗ്യാസുമ്പോൾ തന്നെ വെക്കട്ടെ. കുട്ടികൾക്കുള്ളത് ഞാൻ രാത്രി കുക്കറിലിട്ടിട്ട് ആക്കുള്ളൂ കേട്ടോ. എനിക്ക് രാത്രി ഉച്ചയ്ക്കുള്ള ചോറാണ് കേട്ടത്. അപ്പോൾ അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ റെഡിയാക്കി നമ്മൾ ഓരോരുത്തരും ഓരോ തരാമെന്ന് വെക്കല്ലേ. നമ്മൾ ചട്ടിക്കായ ഉപ്പേരി വെക്കില്ല, അതിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മളെ പച്ചക്കായ നേന്ത്രക്കായ ഉപ്പേരി വെച്ചാൽ. അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അതിൻ്റെ കറി ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ മഞ്ഞളും ഉപ്പും പച്ചമുളകും വേപ്പിൻ്റെ ഇലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ശേഷമാണ് നമ്മൾ വെളുത്തുള്ളിയും സബോളയും കൂടിയിട്ട്, സബോള ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്, അതും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാത്തിലും ഏറെ ഓയിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യണത്, വെളിച്ചെണ്ണ അങ്ങനെ എടുക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മീനിൻ്റെ മുളക് കറിയൊക്കെ വെക്കൂല, അപ്പോൾ അതിൽ മാത്രം അങ്ങനെ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. മറ്റൊക്കെ ഓയിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ അതാ അതൊക്കെ ചൂടായി, എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് പിന്നെ കടുകൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയാൽ. അപ്പോൾ അതൊക്കെ അതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇടുന്ന കുഞ്ഞു വീഡിയോസ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. എപ്പോഴേലൊക്കെ ഇപ്പോൾ ഓരോ വീഡിയോസൊക്കെ ഇടണുള്ളൂ. എന്താ പറയുക, നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തിനും ഒരു ഇത് കിട്ടില്ല. എപ്പോഴും മനസ്സിന് സമാധാനം എന്താണ് ഇനി എങ്ങനെ ആവും എന്നുള്ള ഒരു ചിന്തയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ശമ്പളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം ഇനി എന്താവും, എന്താ ചെയ്യുക എന്നുള്ളൊരു ആദിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അള്ളാ ഇനി വീട്ടിൽ ഞങ്ങളുടെ മോളെ കല്യാണം ഇതൊക്കെ ഉണ്ടല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കണ്ടല്ലോ, ഏതായാലും ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങനെ പോവുക. ശമ്പളം ഏതായാലും കിട്ടണില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനല്ലേ. എന്തായാലും പഠിച്ചോനും അതൊക്കെ വേഗം കൊടുക്കാനുള്ള ഒരു മനസ്സ് മുതലാളിക്കും. അവിടുത്തെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള അതൊക്കെ പഠിച്ചോ എന്തായാലും കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളിതാ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തരി മുളകും പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളെ പച്ചക്കായ അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ കേട്ടോ ഞാൻ ഉപ്പേരി വെക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ വെക്കുക, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, ചട്ടിക്കായ വെച്ചതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ നേന്ത്രക്കായ ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മോരുകറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ നാരങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചിട്ടാണ്. പിന്നെ ഇനി കുട്ടികൾക്ക് ഇനി രാത്രി ഞാൻ പറഞ്ഞില്ലേ കുക്കറിൽ ഒരു അര ഗ്ലാസ് അരി ഇട്ടിട്ട് കുട്ടികൾക്ക് കഞ്ഞി പോലെ, കഞ്ഞിയല്ല ചോറല്ലാത്ത ലെവലിലേക്കാണ്ട് അവർക്ക് അതാണ് ഇഷ്ടം. പിന്നെ അവർക്ക് ഇതിലേക്ക് ഉപ്പേരും മാന്തൾ പൊരിച്ചതും അവർക്ക് അങ്ങനെ കൊടുക്കൂട്ടാ. അപ്പോൾ അടുക്കളയിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം എങ്ങനെയാണല്ലോ പിടിക്കുക, അപ്പോൾ ഞാൻ വെള്ളം അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം ഒരു ബക്കറ്റും രാവിലെ ഒരു ബക്കറ്റ് അങ്ങനെ ഇട്ടാൽ കുടിക്കണ വെള്ളം നമ്മൾ വെക്കാനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളം എടുക്കട്ടെ. അപ്പോൾ അത് വെള്ളം കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം പിടിക്കായിരുന്നു കേട്ടോ. എന്താല്ലേ നമ്മളെ ഇപ്പം നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വിചാരിക്കും നമുക്ക് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ. നമ്മൾ വേറെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളത് തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം കേട്ടോ, പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുറപ്പ് നമുക്ക് പഠിച്ചുകൊണ്ട് തരണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ, പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ ഞാൻ അത് കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ തിന്നു കേട്ടോ. ചോറ് സ്കൂളിട്ട് വന്നാൽ അങ്ങനെ തിന്നൂല. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാകുമ്പോൾ പിന്നെ അവർ രാവിലത്തെ കടിയാണെങ്കിൽ അങ്ങനെ തിന്നും. ഷാമോന് കുറച്ച് മടിയാട്ടോ പുട്ട് തിന്നാനൊക്കെ. പിന്നെ നമ്മളാ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരി സെറ്റാക്കണതിൻ്റെ ഇടയിൽ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചോറും ഇങ്ങനെ ഊറ്റി അതും ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ സാധനത്തിലിട്ടങ്ങനെ കുറച്ചുണ്ടാകുമ്പോഴൊക്കെ അതിലാണ് ഊറ്റുക. തോനെ
അടുപ്പത്തൊക്കെ വെക്കുമ്പോഴാണ് കൊട്ടക്കയിൽ വീട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ രാവിലെ തന്നെ അലക്കലും തുടക്കലും തിരുമ്പലും എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ആലോചനകൾ തുടങ്ങുക അല്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും രാവിലെ നേരത്തെ പണി കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.